ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഒരൊറ്റ സിനിമ കൊണ്ട് പ്രഭാസ് കടന്നു കയറിയത് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന പദവിയിലായിരുന്നു. ബാഹുബലി തീർത്ത അലയൊലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല. പ്രണയത്തിന്റെ, കരുത്തിന്റെ, പ്രതികാരത്തിന്റെ പ്രതിരൂപമായ ബാഹുബലി ഇന്ത്യൻ സിനിമാ ലോകത്തിന് ആരാധിക്കാനൊരു നിബന്ധം സമ്മാനിച്ച മുഹൂർത്തമായിരുന്നു. ബാഹുബലിയുടെ പകിട്ട് പ്രഭാസിനെ സൂപ്പർ സ്റ്റാർ പദവിക്കൊപ്പം ഉത്തരവാദിത്തത്തിന്റെ ഭാരം കൂടി സമ്മാനിച്ചു. നായകൻ പ്രഭാസാണെങ്കിൽ സിനിമ ബ്രഹ്മാണ്ഡ ഹിറ്റ് തന്നെയാകുമെന്ന് ആരാധകർ മനസ്സിലേറ്റി. പിന്നെ അങ്ങോട്ട് ആ മുൻവിധിയുടെ മുൻമുനയിലായി പ്രഭാസിന്റെ സിനിമാ ജീവിതം. പലപ്പോഴും പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു. ചില ചിത്രങ്ങൾ തിയേറ്ററിൽ വേണ്ട വിധത്തിൽ വിജയിച്ചില്ല. എന്നാൽ ബാഹുബലിക്ക് മുൻപുള്ള ഒരു കാലമുണ്ടായിരുന്നു താരത്തിന്. ആരാധകർ ഡാർലിംഗ് എന്നും മിസ്റ്റർ പെർഫെക്റ്റ് എന്നും റിബൽ സ്റ്റാർ എന്നും വിളിച്ച കാലം. റൊമാൻസും കോമഡിയുമൊക്കെ ചെയ്ത് കയ്യടി നേടിയ സമയം. അതിലേക്കുള്ള തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകിയാണ് രാജാ സാബ് എന്ന പുതിയ പ്രഭാസ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത്. മാരുതി സംവിധാനം ചെയ്യുന്ന രാജാ സാബ് ഹൊറർ കോമഡി ചിത്രമാണ്. ഈ വർഷാവസാനം തിയേറ്ററിലെത്തുന്ന സിനിമ നിർമ്മിക്കുന്നത് TG വിശ്വപ്രസാദ് ആണ്. മാരുതി തന്നെയാണ് തിരക്കഥയും. ബാഹുബലിക്ക് മുൻപുള്ള ഒരു പ്രഭാസ് ഉണ്ട്. കോമഡികളും റൊമാൻസുകളുമെല്ലാം നന്നായി ചെയ്ത കാലം. ആ പ്രഭാസിന്റെ തിരിച്ചുവരവ് രാജാ സാബിലൂടെ കാണാം. ഹൈദരാബാദിൽ നടന്ന ടീസർ ലോഞ്ചിനിടെ സംവിധായകൻ മാരുതി പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും മേക്കിങ്ങിൽ ഏതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്ന് പിന്നണി പ്രവർത്തകർ പറയുന്നു. ചിരിക്കുന്നതിനോടൊപ്പം പേടിപ്പെടുത്തുന്ന രംഗങ്ങളും ചിത്രത്തിലുണ്ടാകും. മലയാളിയായ രാജീവാണ് ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ. ഹൈദരാബാദിൽ വലിയ സെറ്റാണ് ചിത്രത്തിന് ഒരുക്കിയിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഹൊറർ ഹൗസാണ്. സിനിമയുടെ 70% സീനുകളും ചിത്രീകരിക്കുന്നത് ഈ ഹൊറർ ഹൗസിലാണ്. 40,000 സ്ക്വയർ ഫീറ്റിലാണ് ഹൊറർ ഹൗസിന്റെ നിർമ്മാണം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.